കൂട്ടുകാരെ, സ്വാഗതം പൂമ്പാറ്റകളിലേക്ക്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പൂമ്പാറ്റകൾ. സ്നേഹത്തോട് ഒരുമിച്ച് ചേർന്ന് നല്ല കൂട്ടായ്മ ആചരിപ്പാനും സ്നേഹത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും ഈ പൂമ്പാറ്റകൾ നിങ്ങളെ സഹായിക്കും. അങ്ങനെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വരാൻ മറക്കരുത്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ എല്ലാമായ ടിങ്കു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ കൂട്ടുകാരെ, ഹലോ ഹലോ ഹലോ, എന്തുകൊണ്ട് വിശേഷം? സുഗന്ധനാണോ? ആണോ? യെസ്, എനിക്ക് സുഖമാണ്. എനിക്ക് സുഖമാണ്. ഇവനും സുഖമാണ്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എന്നും ചോദ്യമല്ലേ ചോദിക്കുന്നത്? എന്നും ചോദ്യമാണ് ചോദിക്കുന്നത്, ഇന്നും ചോദ്യമാണ് ചോദിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ് ഏതാണ്? നീ പറയൂ. കൂട്ടുകാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ് ചന്ദ്രൻ്റെ ലൈറ്റ്. ചന്ദ്രൻ്റെ ലൈറ്റോ? മൂൺ, അതാണോ ഉദ്ദേശിച്ചത്? അതാ, ഇവൻ മൂൺ ലൈറ്റാണ് ഏറ്റവും ഇഷ്ടം. ഇവനിങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, ലൈറ്റ്, പ്രകാശം അല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക്നെസ്സിനെക്കാട്ടിലും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ കറണ്ട് വരണേ. ഇരുട്ടിലായി പോയാൽ അയ്യോ എന്തോ ഒരു വല്ലായ്മയാണ് അല്ലേ? സോ നിനക്കങ്ങനെ ഉണ്ടോ? എനിക്ക് ഇരുട്ടിനേക്കാളും ഇഷ്ടം ലൈറ്റാ. ഇവൻ ഇരുട്ടിനേക്കാളും ഇഷ്ടം ലൈറ്റാണ്. എല്ലാവർക്കും ഇരുട്ടിനേക്കാളും ഇഷ്ടം ലൈറ്റാണ്. സൂര്യൻ്റെ ലൈറ്റ് ഉണ്ടല്ലേ, സൂര്യൻ ദൈവം സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. സോ ഈ വേൾഡിനെ മൊത്തം പ്രകാശിപ്പിക്കുന്ന മെഗാ ലൈറ്റാണ് സൺ എന്ന് പറയുന്നത്. സോ അതിനേക്കാട്ടിലും വലിയൊരു ലൈറ്റ് ഉണ്ട്. അതാണ് ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. യേശു കർത്താവാണ് ലോകത്തിൻ്റെ വെളിച്ചം. അങ്ങനെയാണെങ്കിൽ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചം സൂര്യനേക്കാളും ഉപരിയായി അത് യേശു കർത്താവാണ്, ദൈവം തമ്പുരാനാണ്. അങ്ങനെയെങ്കിൽ ചന്ദ്രൻ്റെ ലൈറ്റ് ഇച്ചിരി ഡിം ലൈറ്റ്, റിഫ്ലക്റ്റിംഗ് ലൈറ്റാണ് അല്ലേ? ആണോ? ആ ലൈറ്റല്ലേ നിനക്ക് ഇഷ്ടം? അതെ, ആ ലൈറ്റാണ് എനിക്കിഷ്ടം. ആ ലൈറ്റാണ് ഇവനിഷ്ടം. വേറെ ഇലുമിനേഷൻ ലൈറ്റ്സ് ഉണ്ട്. സോ ചില പള്ളികളിലൊക്കെ അലങ്കരിക്കുന്നത്, ചില മാളുകളിലൊക്കെ അലങ്കരിക്കുന്ന ഇലുമിനേഷൻസ് ഉണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്, നല്ല രസമാണ്. ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് പ്രകാശിതരായി മാറേണ്ടത്? ആരാണ് യഥാർത്ഥമായിട്ടുള്ള പ്രകാശിതർ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആരാണ് യഥാർത്ഥ പ്രകാശിതർ? സൂര്യൻ്റെ ലൈറ്റ് അടിക്കുമ്പം പ്രകാശം കിട്ടും, നമുക്ക് നല്ല മുഖത്ത് നല്ല ഗ്ലോ ഒക്കെ വരും. സോ നാച്ചുറലി നല്ല ഇലുമിനേഷൻ ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ് അല്ലേ? നമ്മൾ ഫോട്ടോ എടുക്കത്തില്ലേ? എടുക്കും. സോ അങ്ങനെ ഉപരിയായി ആരാണ് ഏറ്റവും നല്ല പ്രകാശിതർ എന്ന് പറയുന്നത്? ഞാൻ പറയട്ടെ? ഓ, നീന്നൊന്നും വിളിക്കണ്ട, ചേട്ടൻ, അനുചേട്ടൻ. ശരി. യേശുകർത്താവിനെ അനുഗമിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള പ്രകാശിതരെന്ന് പറയുന്നത്. അവരിൽ നിന്ന് ഇരുട്ട് നീങ്ങിപ്പോവും, തിന്മയുടെ അനുഭവങ്ങൾ നീങ്ങിപ്പോവും. അതുകൊണ്ട് യേശുകർത്താവിനെ അനുഗമിക്കുന്ന കൂട്ടുകാരായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? ഇവൻ റെഡിയാണ്, ഇപ്പോഴും ഇവൻ റെഡിയാണ്. യേശുകർത്താവാണ് ജീവൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്. നമ്മുടെ വളർച്ചയുടെ വെളിച്ചം യേശുകർത്താവാണ്. കൂടാതെ നമുക്കുണ്ടാകുന്ന വിജയത്തിൻ്റെ വെളിച്ചം, വിജയത്തിൽ പ്രകാശം പകരുന്നവൻ യേശുകർത്താവാണ്. യേശുകർത്താവ് നമ്മുടെ വളർച്ചയുടെ വെളിച്ചമാണ്, സത്യത്തിൻ്റെ വെളിച്ചമാണ്, നമ്മുടെ ജീവൻ്റെ വെളിച്ചമാണ്, നമ്മുടെ വളർച്ചയുടെ വെളിച്ചമാണ്. കൂടാതെ വിജയം നൽകുന്ന നമ്മുടെ വെളിച്ചമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, യേശു കർത്താവ് എന്ന ലൈറ്റിനെ ഫോളോ ചെയ്യുന്നവരായി നമുക്ക് മാറാം. അങ്ങനെയുള്ളവരിൽ നിന്ന് എന്തൊഴിഞ്ഞു മാറും? ഇരുട്ടൊഴിഞ്ഞു മാറും. ഇരുട്ട്, ഡാർക്ക്നെസ് ഒഴിഞ്ഞു മാറും. എന്താണ് ഡാർക്ക്നെസ്? ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ പാവത്തിൻ്റെ അവസ്ഥകളാണ്, തെറ്റിൻ്റെ അവസ്ഥകളാണ്, ഒഴിഞ്ഞു മാറും. നിങ്ങൾ റെഡിയാണോ കൂട്ടുകാരെ അതിന്? ഇവൻ റെഡിയാണ്. നിങ്ങളോ? അപ്പോൾ നമുക്കൊരു ഗെയിംസ് കളിച്ചാലോ? ഗെയിംസ് വേണ്ട, ഗെയിം മതി. ഗെയിം ഒരു ആക്ടിവിറ്റി ഗെയിമാണ്. സോ ഞാനൊരു സാധനം ഒരു തവണ കാണിക്കും. ഒരു തവണ കാണിക്കുമ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. റെഡിയാണോ നിങ്ങൾ? ഒറ്റ തവണയെ കാണിക്കത്തുള്ളേ, വേറൊരു ഒരു തവണ. പക്ഷെ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തോണം. സോ ഇത്രയേ ഉള്ളൂ. ഇതാ നോക്കിക്കോ, ഒരു ക്ലാപ്പാണ്. അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. റെഡി? തുടങ്ങാം. നല്ലവണ്ണം
ഇരുന്നോ, കൈയൊക്കെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ ചെയ്തോ കേട്ടോ. അത്രേ ഉള്ളൂ. ഐഡൻറ്റിഫൈ ചെയ്തോ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തോ. നിങ്ങൾ ആരാ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. വെരി ഗുഡ്. എബൻ മോൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, കൊള്ളാം. എയ്ഡൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. വെരി ഗുഡ്. പിന്നെ ആരെങ്കിലും ചെയ്തോ? ഓക്കെ. സോ ഞാൻ അന്ന് നിങ്ങളിത് പഠിപ്പിക്കുക എങ്ങനെയുണ്ട്. ചെയ്തവർക്കൊക്കെ ആശംസകൾ കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ള കൂട്ടുകാരാ, പെട്ടെന്ന് മനസ്സിലാക്കുന്ന കൂട്ടുകാരാ. വെരി ഗുഡ്, കൊള്ളാം. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. 1 2 1 1 2 1 2 1 2 1 1 2. കിട്ടിയോ? ഒന്ന് ചെയ്താലോ? റെഡി, തുടങ്ങാം. 3 സ്റ്റാർട്ട്. 1 2 1 1 2 1 2 1 2 1 1 2. കിട്ടി. ഇനി ഇത് നമുക്കൊരു ബട്ടർഫ്ലൈ ക്ലാപ്പ് പോലെ ചെയ്യിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ് ബട്ടർഫ്ലൈ ക്ലാപ്പ് ചെയ്യുന്നത്? ഹാൻഡ് വെച്ച് ബട്ടർഫ്ലൈ ക്ലാപ്പ് ചെയ്യുന്ന ഇതാണ്. 1 2 1 1 2 1 2 1 2 1 1 2. അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം. BU ബട്ടർഫ്ലൈ, ബട്ടർ ബെറ്റർ ബട്ടർഫ്ലൈ. ഇനി ഹാൻഡ് ഫിംഗേഴ്സ് വെച്ചും ചെയ്യാൻ പറ്റും. 1 2 1 1 2 1 2 1 2 1 1 2. കിട്ടിയോ? BU ബട്ടർഫ്ലൈ, ബട്ടർ ബെറ്റർ ബട്ടർഫ്ലൈ. സോ ഇനി ഞാൻ ഹാൻഡ് എന്ന് പറയും. ഇത് തിരിഞ്ഞു പോകരുത്, എനിക്കിങ്ങനെ ഇതാ സാധനം. റെഡി, ചെയ്യാമല്ലോ. ഹാൻഡ് എന്ന് പറയുമ്പം നിങ്ങൾ ഫുൾ ഹാൻഡ് വെച്ച് ചെയ്യണം. ഫിംഗർ എന്ന് പറയുമ്പം ഫിംഗർ വെച്ച് ചെയ്യണം. റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ബട്ടർഫ്ലൈ ക്ലാപ്പ് സ്റ്റാർട്ട് വിത്ത് ഫിംഗേഴ്സ്. 1 2 1 1 2 1 2 1 2 1 1 2. Very good. With hands. BU butterfly, butter better butterfly. Good. ഇനി സ്പീഡ് നിങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കണേ. ക്ലാസ്സുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പഠിപ്പിക്കണം. അതുകൊണ്ട് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടിയാണ് അല്ലേ? നമ്മളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മനോഹര സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. ബട്ടർഫ്ലൈയെ പോലെ സൗന്ദര്യമുള്ള, നന്മയുള്ള നല്ല പൂമ്പാറ്റകൾക്ക് ഇത് ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, മാജിക്കിലേക്ക് സ്വാഗതം. നമ്മുടെ കൂട്ട് എബൻ ചേട്ടനും ഉണ്ട്. എബൻ ചേട്ടൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഫ്രണ്ട്സ്, ഇവിടെ എൻ്റെ ഒരു ബോക്സ് ഉണ്ട്. എബൻ ചേട്ടൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 2000-ൻ്റെ നോട്ടും ഉണ്ട്. 2000-ൻ്റെ നോട്ടും ഉണ്ട്. എബൻ ചേട്ടൻ്റെ സമ്പാദ്യമാണ് ഈ 2000 രൂപ നോട്ട്. വെച്ചോ. ഇത് എബൻ ചേട്ടൻ്റെ ഇരിക്കുന്ന ഈ പൈസ എബൻ ചേട്ടാ ഇതിനകത്ത് ഇടാൻ തയ്യാറാണോ? തയ്യാറാണ്. യെസ്, തയ്യാറാണ് എബൻ ചേട്ടൻ. എന്നാണ് എബൻ ചേട്ടൻ ഇതിനകത്തോട്ട് ഇട്ടു. മടക്കിയൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടാ. ഇങ്ങനെ മടക്കി. ഓക്കെ, ഇട്ടു. ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പം സുരക്ഷിതമാണോ അതോ ഞാൻ തട്ടിയെടുത്തതാണോ? ഞാനെന്ന് ഈ എബൻ ചേട്ടൻ്റെ ഇതങ്ങ് കൊടുത്തേക്കാം. എനിക്കിത് വേണ്ട. അതോ ഞാൻ എടുത്തോട്ടെന്നോ? എബൻ ചേട്ടൻ ഇത് തുറന്നെടുക്കാം. സോ 1 മിനിറ്റ് ടൈം കൊടുക്കണ്ട, നമുക്കൊരു 30 സെക്കൻഡ്സ് ടൈം കൊടുക്കാം. സോ എബൻ ചേട്ടൻ്റെ എല്ലാമായിരുന്ന സമ്പാദ്യമായിരുന്ന ഈ 2000 രൂപ നോട്ട് എബൻ ചേട്ടൻ്റെ ഇതിനകത്ത് ഇട്ടിട്ട് എൻ്റെ കയ്യിലേൽപ്പിച്ചു. ഞാൻ പറയാം, ഇനി നീ തിരിച്ചെടുത്തു. തിരിച്ചെടുത്തു. ട്രൈ ചെയ്തു. തല്ലി പൊട്ടിക്കരുത്. എബൻ ചേട്ടൻ ഇങ്ങനെ ട്രൈ ചെയ്യുക. എങ്ങനെയാണ് നിൽക്കുന്നു, പിടിക്കുന്നു, എടുക്കാൻ പറ്റുന്നില്ലെന്നാണ് എബൻ ചേട്ടൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് സുരക്ഷിതമാണോ? ആ മോൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ സുരക്ഷിതമായിട്ട് തിരിച്ച് ലഭിക്കാൻ ഒരു വഴിയുണ്ട്. അത് യഥാർത്ഥ സംരക്ഷകൻ്റെ കയ്യിൽ കൊടുത്താൽ അത് എത്ര നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും, നിങ്ങൾ ആ ഉപമയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകാം, എത്ര നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും അതിനെ തിരിച്ചു നൽകുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവനമ്പുരാൻ. അങ്ങനെയെങ്കിൽ ഇതിനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ എടുത്തു കൊടുക്കാം. അത് എബൻ ചേട്ടൻ്റെ സ്വന്തമാണ്. അത് എബൻ ചേട്ടൻ്റെ വകയാണ് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഉള്ള ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ
അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്, മറന്നു പോകരുത്. ദൈവത്തിൻ്റെ കരങ്ങളിലേ സുരക്ഷിതമായിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ദൈവത്തോടൊപ്പം നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്ത് കാണും. മാജിക്കും പപ്പറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച വരാൻ മറക്കരുതേ. വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ 5 മണിക്ക് DSMCയിലൂടെ. ബൈ ബൈ.